തത്വചിന്തയുടെ വഴികളിൽ ഇന്ന് ഒരു പ്രത്യേക സന്ദർഭം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്ക് ചിന്തയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപാദിച്ചത് പ്രകൃതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട, കോസ്മോളജിയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളെ സംബന്ധിക്കുന്ന ഭാഗമാണ്. തീർച്ചയായും അതിൻ്റെ തുടർച്ചയിലുള്ള കൂടുതൽ വികസിതമായ അന്വേഷണങ്ങളും വിമർശനങ്ങളും വരും ദിനങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയിൽ അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രകൃതിശാസ്ത്രത്തിൽ നിന്നും തർക്കപരമായ ദർശനത്തിലേക്കുള്ള മാറ്റം എങ്ങനെയാണ്, എവിടെയാണ് സോക്രട്ടീസിന് മുമ്പ് ഗ്രീസിൽ ആരംഭിച്ചത് എന്നതിനെക്കുറിച്ചാണ്. സോക്രട്ടീസിന് മുമ്പുള്ള ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഴുത്തുകൾ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാലപ്പഴക്കം കൊണ്ടും അന്നത്തെ എഴുത്ത് രീതിയുടെ പരിമിതി കൊണ്ടുമൊക്കെ പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും അവ നമുക്ക് ലഭിക്കുന്നത് മിക്കവാറും ആ ചിന്തകളുമായി പിൽക്കാലത്ത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ മുതലായവർ നിരന്തരം സംവാദത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ്. പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിൻ്റെ ഫിസിക്സ്, മെറ്റാഫിസിക്സ് മുതലായ രചനകളിൽ സോക്രട്ടീസിന് മുമ്പുണ്ടായിരുന്ന തത്വചിന്തകരെ പ്രത്യേകം വിശകലന വിധേയമാക്കുകയും മിക്കവാറും തത്വചിന്തകളെ വിമർശിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ തത്വചിന്തകൾ വീണ്ടെടുക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ലോകായത ദർശനം പൂർണ്ണമായി തകർക്കപ്പെട്ടു പോയതാണ്. കാരണം അവർ ഭൗതികവാദപരമായി കാര്യങ്ങൾ പറയുന്നത് കാരണം അന്ന് അതിനെ വൈദിക പാരമ്പര്യത്തിലുള്ള ബ്രാഹ്മണിക ശക്തികൾ നശിപ്പിച്ച് കളയുകയായിരുന്നു എന്നത് ദേവിപ്രസാദ് ചതോപാധ്യായ പോലുള്ള ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പിൽക്കാലത്ത് അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി, അതിനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയ രചനകൾ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ടാണ് ദേവിപ്രസാദ് ചതോപാധ്യായ ലോകായത എന്നത് അതിൻ്റെ പരമാവധി സമഗ്രതയിൽ വീണ്ടെടുത്തതെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഗ്രീക്ക് ദർശനത്തിലേക്ക് പോകുമ്പോൾ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ബോധപൂർവമായ തകർക്കലിന് വിധേയമായതുകൊണ്ടല്ല, മറിച്ച് ഒരു 2600-3000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ എഴുത്തിൻ്റെയും സൂക്ഷിക്കലിൻ്റെയും ഒക്കെ പരിമിതി കാരണമാണ് മിക്കവാറും ഈ ചിന്തകൾ നഷ്ടപ്പെട്ടു പോയെങ്കിലും അന്ന് നിലനിൽക്കുന്ന കാര്യങ്ങൾ, അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന സംവാദങ്ങളുടെയൊക്കെ തുടർച്ചയിലുണ്ടായിരുന്ന കാര്യങ്ങൾ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും, ഉദാഹരണമായി ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന പാർമെനൈഡ്സിനെ കുറിച്ച് ദീർഘമായി തന്നെ പ്ലേറ്റോ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും പരാമർശിക്കുന്ന ഭാഗങ്ങളെ അവലംബിച്ച് തന്നെയാണ് പിൽക്കാലത്ത് ബെർട്രൻഡ് റസ്സലും അതുപോലെ ഹെഗല് ഈ തത്വചിന്തയുടെ ചരിത്രം താരതമ്യേന സമഗ്രമായി തന്നെ എഴുതിയ ദാർശനികനാണ്. ഹെഗലിനെ കുറിച്ച് സാധാരണ നമ്മൾ പറയുമ്പോൾ ഹെഗല് തത്വചിന്തയിൽ ഉണ്ടാക്കിയിട്ടുള്ള വൈരുദ്ധ്യവാദവുമായി ബന്ധപ്പെട്ടുള്ള സംഭാവനയെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് അത് മാർക്സിലേക്ക് വഴി തുറന്നതിനെക്കുറിച്ചാണ് ആവർത്തിച്ച് പറയാറുള്ളത്. എന്നാൽ അതിനേക്കാൾ ഉപരി തത്വചിന്തയുടെ ഒരു ചരിത്രം, മാത്രമല്ല ഇന്ത്യയെക്കുറിച്ച്, പേർഷ്യയെക്കുറിച്ച് ഒക്കെ ഹെഗൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയെക്കുറിച്ച് എഴുതുമ്പോൾ ഇന്ത്യയിലെ വൈദിക പാരമ്പര്യത്തെക്കുറിച്ചും ബുദ്ധ പാരമ്പര്യത്തെക്കുറിച്ചും പ്രത്യേകമായി തന്നെ ഹെഗൽ എഴുതിയെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഗ്രീക്ക് ചിന്തയിലേക്ക് നമ്മുടെ അന്വേഷണങ്ങൾ കടന്നു ചെല്ലുമ്പോൾ സോക്രട്ടീസിന് മുമ്പുണ്ടായിട്ടുള്ള ചിന്തകൾ വളരെ പ്രാധാന്യം ഉള്ളതാണ്. കാരണം ആ ചിന്തകളുടെ തുടർച്ചയിലാണ് ഈ യഥാർത്ഥത്തിൽ സോക്രട്ടീസിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ ഉണ്ടാകുന്നതും. ഗ്രീക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പന്നമായ തത്വചിന്തയുടെ ഒരു ചരിത്രം. ഇപ്പോൾ 2 കാര്യങ്ങളിലാണ് മാർക്സ്
അത്ഭുതം പ്രകാശിപ്പിക്കുന്നത്. ഗ്രീക്ക് സംസ്കാരത്തിലെ തത്വചിന്താപരവും അതുപോലെ തന്നെ സാംസ്കാരികവുമായിട്ടുള്ള മുന്നേറ്റത്തെ എങ്ങനെ വിവരിക്കുമെന്നുള്ളതായിരുന്നു ഒരു പ്രതിസന്ധിയും ഒരു അത്ഭുതവും അല്ലെങ്കിൽ ഒരു വിസ്മയവുമായി മാർക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്ത്യ എന്നുള്ളത്, ഏഷ്യ എന്നുള്ളത്, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ യഥാർത്ഥത്തിൽ ഈ അന്നത്തെ ഒരു സാമ്പത്തിക ഉൽപ്പാദന ക്രമത്തിനകത്ത് എങ്ങനെയാണ് ഇത്രമാത്രം ചിന്തകൾ, സാംസ്കാരികമായ ഈടുവെപ്പുകൾ ഒക്കെ രൂപപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അത്ഭുത കൂറുന്ന പ്രസ്താവനകളും മാർക്സ് നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രാചീനകാലത്ത് തന്നെ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പല രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്കും അവരുടെ കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അവർക്ക് ബോട്ട് യാത്ര അല്ലെങ്കിൽ കപ്പൽ യാത്ര എന്നുള്ളത് ആവശ്യമാണ്. അപ്പം ദൂരം അളക്കാനുള്ള, വെള്ളത്തിൽ താണു പോകാതെ കൂടുതൽ ഭാരം കൊണ്ടുപോകാനുള്ള വളരെ പ്രായോഗികമായ ഇത്തരത്തിലുള്ള കണക്കുകളും അതിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള രീതിശാസ്ത്രവുമൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. അതേസമയം അത്തരത്തിലുള്ള ചിന്തകൾ അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കാലത്തെ അടയാളപ്പെടുത്താൻ, ദേശത്തെ അടയാളപ്പെടുത്താൻ, പ്രകൃതിയെ അടയാളപ്പെടുത്താൻ, പരിസ്ഥിതിയെ അടയാളപ്പെടുത്താൻ ഒക്കെ അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ശ്രമിച്ച അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ ആരംഭിച്ച സന്ദർഭങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതലായി ഞാൻ പ്രതിപാദിച്ചത്. അതേസമയം ഇന്നിവിടെ പറയാൻ പോകുന്നത് ആ ശ്രമങ്ങളുടെ തുടർച്ചയിൽ ഇതിനെ തത്വചിന്താപരമായി അല്ലെങ്കിൽ തർക്കശാസ്ത്രപരമായി പ്രതിപാദിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് ഈ ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അത് യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഈ സമൃദ്ധിയൊക്കെയുള്ള നഗരകേന്ദ്രിതമായിട്ടുള്ള ചില പ്രദേശങ്ങൾ, അവിടെ ഉയർന്നു വന്നിട്ടുള്ള ദൈക്ഷണികരായിട്ടുള്ള ആളുകൾ, അവരിൽ നിന്നാണ് സ്വാഭാവികമായി ഈ തരം ചിന്തകളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏലിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശം, അവിടെ ദാർശനികരുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ജീവിത രീതിയും അവിടുത്തെ സമൃദ്ധിയും ഒക്കെ ഇതിന് ഇപ്പോൾ ഒരു പരിധിവരെ നമ്മൾ ദൈനംദിന വ്യവഹാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതും അതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും രണ്ടും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് സമയം വേണം, അതിനുള്ള സാഹചര്യം വേണം, അതിനുള്ള അന്തരീക്ഷം വേണം. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു അന്തരീക്ഷം, സാമൂഹികമായ അന്തരീക്ഷമൊക്കെ ഉള്ള ഇതിനെക്കുറിച്ച് അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയ രചനകൾ ആ കാലത്ത് തന്നെ അവിടുന്ന്, ആ കാലം എന്ന് പറയുന്നത് ഒരു ക്രിസ്തുവിന് മുമ്പുള്ള ഒരു 4-ാം നൂറ്റാണ്ടിനും 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ തന്നെയുള്ള കൃതികൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാണ്. പഴയ കാലത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഈ കൃതികളൊക്കെ തന്നെ അച്ചടിക്കപ്പെടുകയും ഇംഗ്ലീഷിൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാണ്, വായിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട 3 ദാർശനികർ ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുന്നത്, ഒന്ന് പാർമനൈഡ്സ്, മറ്റൊന്ന് ഹെറാക്ലിറ്റസ്, മൂന്നാമതൊരാൾ സെനോ. ഈ 3 ആളുകളെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഈ 3 വ്യക്തികളും ഈ തർക്കശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നമ്മൾ സാധാരണ വാദപ്രതിവാദം എന്ന് പറയുന്നത് തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ തർക്കശാസ്ത്രമായി വികാസം പ്രാപിക്കുന്നത്. കാരണം വാദിച്ചുകൊണ്ട് ഒരു കാര്യത്തെ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകൃതിയെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അനക്സിമാൻഡർ, അനക്സിമീൻസ്, ഇവരൊക്കെ ആദിയിൽ എന്തുണ്ടായിരുന്നു, എന്തായിരുന്നു അതിൻ്റെ സ്വഭാവം എന്നതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ അവരുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയുണ്ടായി. അതുപോലെ തെയിൽസ് ചില കാര്യങ്ങൾ വെള്ളം അതിൻ്റെ ആദിയിലുള്ള ഒരു ഘടകമായി വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഇങ്ങനെ പറയുന്നതിന് പകരം ഇതിനെ തർക്കത്തിൻ്റെ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ഒരു ശ്രമം നമുക്ക് പാർമനൈഡ്സിൽ കാണാം. പാർമനൈഡ്സ് കൂടുതലൊന്നും എഴുതിയിട്ടില്ല,
എഴുതിയതിൽ തന്നെ വളരെ കുറഞ്ഞ ഭാഗങ്ങളാണ് ഇപ്പം ഒറിജിനൽ ടെക്സ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ആ ഒറിജിനൽ ടെക്സ്റ്റുകളെയും അരിസ്റ്റോട്ടിലും പ്ലാറ്റോ ഒക്കെ മുന്നോട്ട് വെച്ചുള്ള പഠനങ്ങളെയൊക്കെ അവലംബിച്ച് ധാരാളം പഠനങ്ങൾ ഓരോ ഇതിൽ ഞാൻ പരാമർശിക്കുന്ന പാർമനൈഡ്സിനെ പറ്റി മാത്രം, അല്ലെങ്കിൽ ഹെറാക്ലിറ്റസിനെ പറ്റി മാത്രം, അതുപോലെ സെനോയെ പറ്റി മാത്രം വേറിട്ട പഠനങ്ങളായി തന്നെ നമുക്കിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതിൽ പാർമനൈഡ്സ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദിയിൽ ഒന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആദിയിൽ ഒന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒന്ന് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, ആ ഒന്ന് തന്നെയാണ് എപ്പോഴും ഉള്ളത്. അതാണ് അദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് മറ്റെവിടുന്നെങ്കിലും ഉണ്ടാവില്ലല്ലോ. ഒന്ന് എവിടുന്നാണോ ഉണ്ടായത് അത് അവിടെ തന്നെ ഉണ്ട്. ആ ഉള്ളത് യഥാർത്ഥത്തിൽ ഒന്നുണ്ടായി എന്ന് പറയുമ്പോൾ മറ്റൊന്നിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ വേറെ ഒന്നിലേക്ക് നമ്മൾ പോകണം, നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ. അപ്പം പിന്നെ അതിലേക്ക് പോയി അതങ്ങനെ നമ്മൾ ലോജിക്കലായിട്ട് പറയുമ്പോൾ ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയും, അനന്തമായിട്ട് അങ്ങോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് ഇവിടെ പാർമനൈഡ്സ് വാദിക്കുന്നത്. കാരണം തുടക്കത്തിലേ എന്താണോ ഉണ്ടായിരുന്നത് ആ ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ഒന്ന് തുടക്കവും അതിൻ്റെ ഒടുക്കവും നമ്മൾ ആലോചിക്കേണ്ടതില്ല. ആലോചിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അങ്ങനെ തുടക്കമില്ലാത്തൊരു സാധനത്തിന് ഒടുക്കവും ഉണ്ടാവില്ല. അൺജനറേറ്റഡ് ആൻഡ് ഡെത്ത്ലെസ് എന്നാണ് പറയുന്നത്. കാരണം അൺജനറേറ്റഡ് ആയിട്ടുള്ള, അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടൊരു സാധനമാണല്ലോ നശിച്ചു പോകുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട എവിടെന്നെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ അത് നാളെ നശിച്ചു പോവാം, ജനിച്ച ഒരാൾ മരിച്ചു പോവാം. അങ്ങനെയല്ല നമ്മൾ ഈ പറയുന്ന ഒന്ന് എന്നുള്ളത് എന്നാണ് ഇവിടെ പാർമനൈഡ്സ് വാദിക്കുന്നത്. ഈ ഒന്ന് എന്നുള്ളത് എപ്പോഴുള്ള ഒരു ഒന്നാണ്. ആ ഒന്ന് അവിടെയുണ്ട്, അറിയാതെ പതിവായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഈ കോമൺ സെൻസായി മാറുന്നത് മിക്കവാറും ഈ റൂളിങ് ഐഡിയാസാണ്, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹികമായി ഈ പ്രാമുഖ്യം നേടിയിട്ടുള്ള, അതീശത്വം നേടിയിട്ടുള്ള ആശയങ്ങളാണ് നമ്മളെ ദൈനംദിന വ്യവഹാരത്തെ മിക്കവാറും നിയന്ത്രിക്കുന്നത്. അതാണ് നമ്മൾ ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കോമൺ സെൻസ് എന്നുള്ള എപ്പോഴും ഈ ഹെജിമോണിക്കായിട്ടുള്ള വാല്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കും. അതിനെ മറികടക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ തത്വചിന്താപരമായി ഉള്ള ഇടപാടുകളിൽ നടക്കുന്നത്. അത് പലപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ ശരിയാവുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ അതിനെ മറികടക്കുന്ന, ഉല്ലംഘിക്കുന്ന വ്യവഹാരങ്ങളായി പരിണമിക്കുന്നില്ലെങ്കിലും, തർക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ എന്താണ്, വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പിന്നീട് കൂടുതൽ വിശദമായി പറയുന്ന സോക്രട്ടീസിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാചകം തന്നെ അതാണല്ലോ, നമ്മൾ തർക്കിക്കാത്ത, നമ്മൾ സംവാദത്തിൽ ഏർപ്പെടാത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനോടുകൂടി മരണതുല്യമായ അവസ്ഥയിലേക്ക് പോവുകയാണെന്നാണ്. ഇപ്പം സംവാദങ്ങളില്ലെങ്കിൽ, ചർച്ചയില്ലെങ്കിൽ, ശരിയായാലും തെറ്റായാൽ പോലും സംവാദങ്ങളോ ചർച്ചകളോ ഇല്ലെങ്കിൽ ആ ഒരു ലോകം എന്നുള്ളത് ശരിക്ക് മരണ വീട് പോലെ നിശ്ചലമായി തീരും. അപ്പോൾ അവിടെ ഒന്നും പ്രായോഗികമായി നല്ലതിനൊന്നും ഒരു സാധ്യതയും ഇല്ലാതെ ആളുകൾ ഒന്നുകിൽ സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ അർമാദിച്ചോ അങ്ങനെ കഴിയും. അല്ല അതിനപ്പുറത്തേക്ക് പുതിയ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ വിമോചനത്തിൻ്റെ അന്വേഷണങ്ങളിലേക്ക് ഒരിക്കലും നമ്മുടെ യാത്ര മുന്നേറുകയില്ല എന്നുള്ളതാണ്. അപ്പം പാർമനൈഡ്സ് അതുകൊണ്ട് ഈ സത്യത്തിലേക്കുള്ള വഴി ഇദ്ദേഹം പറയുന്നത് 2500 കൊല്ലത്തിനപ്പുറമാണ്. അപ്പോൾ അന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു പരിമിതി തീർച്ചയായും അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ ഈ സത്യത്തിലേക്ക് പോകാൻ വേണ്ടി പകലിനെയും രാത്രിയെയും രണ്ട് വശത്ത് ദൈവങ്ങളെ പോലെ കാണുക ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ലോകം മുഴുവൻ തന്നെ അങ്ങനെയായിരുന്നല്ലോ, ഈ വശത്ത് രാത്രിയും ഇതിനിടയിൽ കൂടി ആണ് ഇദ്ദേഹം യാത്ര ചെയ്യുന്നത്. ആ സങ്കല്പത്തിലാണ് കാവ്യാത്മകമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകൃതിയെക്കുറിച്ച് എന്നുള്ള ഓൺ നേച്ചർ എന്നാണ് അതിൻ്റെ ഗ്രീക്കിൽ നിന്നുള്ള ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷ. ഓൺ നേച്ചർ എന്നുള്ള കൃതി രചിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പകലിൽ ഒരു വശത്തും രാത്രി ഒരു വശത്തും ആയിട്ട് ദൈവങ്ങളെപ്പോലെ നൈറ്റ് ഗോഡസ് എന്നാണ് പറയുന്നത്, അതായത് നിശാദേവതയും ഒരു വശത്ത്, അതുപോലെ തന്നെ പകലും മറുവശത്തും നിൽക്കുമ്പോൾ ഇതിനകത്തുകൂടി ഇദ്ദേഹത്തെ പെൺകുട്ടികൾ ഈ ചാരിയോട്ടിൽ കൊണ്ടുപോവാണ്. അത് നമ്മളെ ഈ കാലത്തും ഈ സ്ത്രീകൾ തന്നെയാണല്ലോ ആളുകളെ താലപ്പൊലിയും ഒക്കെ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അതിപ്പം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ബഷീറൊക്കെ കളിയാക്കുമ്പോൾ അവർ വസ്ത്രവും ധരിച്ചിരുന്നില്ല.
ഇനിയിപ്പോൾ വസ്ത്രമൊക്കെ ധരിക്കുന്നുണ്ടെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. മിക്കവാറും എല്ലാ സ്ഥലത്തും ഈ ആളുകളെ സ്വീകരിക്കുന്നത് താലപ്പൊലി എന്നുന്നതും കോളേജിൽ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ പരിപാടി ഉണ്ടെങ്കിൽ പൂക്കൊടുക്കുന്നതൊക്കെ പെൺകുട്ടികളാവണം എന്നുള്ള ഒരു സാമ്പ്രദായിക ബോധത്തെ ഈ പുരോഗമന കേരളത്തിലെ മലയാളികൾ പോലും മറികടന്നിട്ടില്ല എന്നുള്ളത് ആനുഷംഗികമായി ഇതോട് അനുബന്ധമായി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ 2600 കൊല്ലങ്ങൾക്ക് മുമ്പ് പാർവനേഴ്സ് സങ്കല്പത്തിലാണ് ഈ യാത്ര ചെയ്യുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇപ്പോഴും ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്, ഗേൾസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗേൾസാണ് ഇദ്ദേഹത്തിനെ, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ഇദ്ദേഹത്തെ അനുഗമിച്ച് പോകുന്നത്. അപ്പോൾ ഇയാൾ സത്യം അന്വേഷിച്ച് പോവുകയാണ്. സത്യം അന്വേഷിച്ച് എവിടത്തേക്കാണ്? എന്നിട്ട് അദ്ദേഹത്തെ ഈ നൈറ്റ് ഗോഡസിൻ്റെ സ്ഥലത്ത് എത്തിയപ്പം അദ്ദേഹം ഒരു പ്രതിസന്ധിയിലേക്ക് അകപ്പെടുകയാണ്. അപ്പോൾ നൈറ്റ് ഗോഡസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് നിരന്തരം വായിക്കാനും നിരന്തരം പഠിക്കാനും നിരന്തരം അന്വേഷിക്കാനും ഈ സത്യാന്വേഷണത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നൊക്കെയുള്ള ഒരു ഉപദേശം കിട്ടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പഴയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ഇതെല്ലാം എല്ലാ അന്വേഷണത്തിനും ഡൽഹിയിൽ പോകുന്ന പ്രവണത ഗ്രീസിലുള്ളതുപോലെ തന്നെ നമ്മൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് കഠോപനിഷത്തിൽ യാജ്ഞവൽക്യൻ യമനെ കാണാൻ പോകുന്നത് മരണത്തെക്കുറിച്ച് അറിയാനാണ്. മരണത്തെക്കുറിച്ച് അറിയാൻ അങ്ങ് യമപുരിയിൽ പോകണോ അല്ലെങ്കിൽ യമദേവനെ നേരിട്ട് കാണണോ എന്നൊക്കെയുള്ള ചോദ്യം ഇന്നിപ്പോൾ ആധുനിക ലോകത്ത് ചോദിക്കുമെങ്കിലും ആ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ പോയതിൻ്റെ ഒരു സാഹചര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്ന പ്രസക്തമായിരിക്കും തോന്നുകയാണ്. കാരണം അങ്ങനെ ഈ മരണത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയത് മരണത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ ഉള്ളത് കൊണ്ട് ആയിരിക്കാം. തീർച്ചയായും ആ ഒരു പ്രശ്നം പ്രതിപാദിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. പഴയ കാലത്ത് മുതൽ ഏത് ഇത്തരത്തിലുള്ള കൃതികളിലൊക്കെ പല രീതിയിലുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഈ അന്വേഷണം വരുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ അവിടെ യാജ്ഞവൽക്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന അച്ഛൻ പറഞ്ഞുകൊണ്ടാണ്. കാരണം ഇദ്ദേഹം ഈ ആവശ്യമില്ലാത്ത പശുക്കളൊക്കെ, പാല് കിട്ടാത്ത പശുക്കളൊക്കെ ബ്രാഹ്മണർക്ക് ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് മാത്രം ധർമ്മം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. ആ ബ്രാഹ്മണനല്ല, ആ ബ്രഹ്മമല്ല എന്നൊക്കെ വ്യാഖ്യാനം ഒക്കെ ആളുകൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ ധർമ്മമൊക്കെ ഈ കൃതികളിലൊക്കെ നൽകുന്നത് ഈ ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നുള്ളത് കൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ട ഒരു വസ്തുതയാണ്. അപ്പം ബ്രാഹ്മണർക്ക് ഈ പശുക്കളെയൊക്കെ കൊടുക്കുമ്പോൾ അച്ഛൻ എല്ലാം ഇങ്ങനെ കൊടുത്തു കളയുമോ, ഇനിയിപ്പോൾ എന്നെ അവസാനം കൊടുക്കുമോ, അതാർക്കായിരിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ ഈ പുത്രൻ അവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് പറയാണ് അച്ഛന്മാരൊരു ദേഷ്യം എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണല്ലോ സമൂഹത്തിൽ. ഈ കൃതികളിലൊക്കെ വരുന്ന ഈ ദൈവസങ്കല്പം യഥാർത്ഥത്തിൽ ആന്ത്രോപോമോർഫിക്കായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നും ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണെന്ന് നമ്മൾ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ എന്നെ കൊടുത്തു കളിയും ആ മരണത്തിന് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നേരിട്ട് പോയി നോക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ അടുത്ത് പോവാണ്, നേരിട്ട് മരണം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളെടുത്ത് അവിടെയും പോവാണ്. അവിടെ യഥാർത്ഥത്തിൽ ചെന്നപ്പം യമദേവൻ അവിടെ ഇല്ല. മൂപ്പര് ആളുകളൊക്കെ ഈ ആത്മാക്കളൊക്കെ പിടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണോ, സ്ഥലത്തില്ല. അപ്പോൾ കുറേ സമയം കാത്തിരുന്നു. പിന്നെ അടുത്ത ദിവസവും മറ്റുമായി വരാൻ. അപ്പോൾ മാത്രമല്ല അവിടെ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹമാണ് ബേജാറാവുന്നത്. ഈ കാത്തിരുന്ന യാജ്ഞവൽക്യനേക്കാൾ ബേജാറ് അദ്ദേഹം. കാരണം ഒരു ബ്രാഹ്മണ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കാതെ എന്നെ കാത്ത് ബുദ്ധിമുട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഇത് വെറും കഥയല്ല കേട്ടോ, കഠോപനിഷത്തിൽ എഴുതി വെച്ച കാര്യമാണ്. മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് ലഭ്യമാണ്. സംസ്കൃതത്തിൽ തന്നെ വായിക്കണമെന്നില്ല, സംസ്കൃത ടെസ്റ്റോടുകൂടി. അപ്പോൾ ഇത് ഏതാണ്ട് ഇതുപോലെ ഈ സാദൃശ്യം ആ കാലത്തൊക്കെ ഈ 2000 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെയുള്ള കൃതികളിൽ പൊതുവേ നമുക്ക് സാദൃശ്യം കാണാൻ പറ്റും. അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് പറഞ്ഞത്. പാർമനൈറ്റ്സ് ഈ നിശാദേവതയെ കണ്ടുമുട്ടി അവിടെ നിശാദേവതയിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് കൂടുതൽ വിട്ടുവീഴ്ചയില്ലാത്ത
അറിവിനോടുള്ള പ്രതിബദ്ധത പുലർത്തണമെന്ന ഒരു തീരുമാനം എടുക്കുകയും അത് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൃതി ആവിഷ്കരിക്കുകയും, അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം എന്നുള്ളത്, യഥാർത്ഥ അറിവ് എന്നുള്ളത് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ സാമൂഹികമായി ഈ ദൈനംദിനം പങ്കിടുന്ന ഒരു യാഥാർത്ഥ്യത്തിന് അപ്പുറത്തുള്ളതാണ്. അത് നമ്മൾ കൂടുതൽ കമ്മിറ്റഡായ അന്വേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ നിരന്തരം കണ്ടെത്തേണ്ടതാണ് എന്നുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ പാർമെനൈഡ്സിൽ ഉണ്ടാകുന്നത്. പാർമെനൈഡ്സിലെ ഈ കൃതിയുടെ സ്വഭാവം കൊണ്ട് തന്നെ തർക്കപരമായി, അതുകൊണ്ടാണ് ഇദ്ദേഹം തർക്കത്തിൽ ഏർപ്പെടുന്നതെന്നാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രകൃതിശാസ്ത്രപരമായിട്ടുള്ള കോസ്മോളജിക്കലായിട്ടുള്ള വിവരണങ്ങളിലൊക്കെ ഞാൻ അസംതൃപ്തനാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിഭിന്നമായി, അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഈ സത്യത്തെ, യാഥാർത്ഥ്യത്തെ, ഉണ്മയെ കാണേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് പാർമെനൈഡ്സ് അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥായി ഭാവം അല്ലെങ്കിൽ ഒരു സ്ഥിരഭാവം, ഒരു നിശ്ചല ഭാവം ഉണ്മക്ക് പാർമെനൈഡ്സ് കൽപ്പിച്ച് നൽകുകയാണ്. ചലനാത്മകമായിട്ടുള്ള മാറ്റത്തിന് വിധേയമാകുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ നിശ്ചലമായിട്ടുള്ള, വിഭജിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഉണ്മ, യഥാർത്ഥ ഉണ്മ എന്ന രീതിയിലുള്ള ഒരു തർക്കം, എന്ന രീതിയിലുള്ള ഒരു തർക്കയുക്തി മുന്നോട്ട് വെക്കാനാണ് പാർമെനൈഡ്സ് ശ്രമിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതേ കാലയളവിൽ തന്നെ ഹെറാക്ലിറ്റസ് മറുഭാഗത്ത് നിൽക്കുകയാണ്. ഹെറാക്ലിറ്റസ് പൊതുവേ സാധാരണ നമ്മുടെ ഒക്കെ മലയാളികളുടെ ഒക്കെ മറ്റ് സാഹിത്യ സംവാദങ്ങളിലും ഒക്കെ കടന്നു വരുന്നൊരു കഥാപാത്രം കൂടിയാണ്. കാരണം ഹെറാക്ലിറ്റസിൻ്റെ വളരെ പ്രസിദ്ധമായ വാചകം, ഒരു നദിയിൽ ഒരാൾക്ക് 2 തവണ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് പതിവായി പല സന്ദർഭങ്ങളിലും മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ സാമൂഹികമായ മാറ്റം, പരിവർത്തനം ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളിലൊക്കെ ഹെറാക്ലിറ്റസ് കടന്നു വരാറുണ്ട്. അപ്പോൾ ഹെറാക്ലിറ്റസിൻ്റെ ഈ ഒരു കണ്ടെത്തൽ കാലഗണന അനുസരിച്ചാണെങ്കിൽ ബുദ്ധന് മുമ്പാണ് എന്ന് വേണം കരുതാൻ. പക്ഷേ ബുദ്ധനിലേക്ക് വരുമ്പോഴും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നൊരു വസ്തുത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ലോകമെന്നുള്ളത്, യാഥാർത്ഥ്യം എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, അനവരതം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നിശ്ചലം അല്ല, ഒരിക്കലുമല്ല. കാരണം അതെപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, അതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് എന്ന് ഹെറാക്ലിറ്റസിനെ പോലെ തന്നെ, ഹെറാക്ലിറ്റസിനേക്കാൾ കൂടുതൽ സാമൂഹിക കേന്ദ്രിതമായ രീതിയിൽ ആവിഷ്കരിക്കുകയാണ് ബുദ്ധൻ്റെ ദർശനവുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവതരണങ്ങളിലേക്ക് പിന്നീട് ഞാൻ സമയം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ. അതുകൊണ്ട് ഹെറാക്ലിറ്റസിൻ്റെ ഈ ഗ്രീക്ക് ചിന്തയിലെ ഹെറാക്ലിറ്റസിൻ്റെ ഇടപെടൽ എന്നുള്ളത് വളരെ പ്രധാനമായി ഹെഗലും പിൽക്കാലത്തുള്ള ദാർശനികരൊക്കെ കാണുന്നുണ്ട്. കാരണം അവിടെ ഡയലക്റ്റിക്സിൻ്റെ ഒരു തുടക്കം കൂടി കാണുകയാണ്. കാരണം ചിന്തയുടെ യുക്തി ഉപയോഗിച്ചാണ് പറയുന്നത്. നിങ്ങളൊരു നദിയിലേക്ക് ഇറങ്ങുമ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ നദിയിൽ നിന്ന് മത്സ്യം പിടിച്ചല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ മത്സ്യം പിടിച്ച നദിയല്ല ഇത്. ആ നദി അന്നത്തെ ആ നദിയല്ല ഇന്നത്തെ ഈ നദി. ഈ നദി എന്നുള്ളത് ഇന്നത്തെ നദിയാണ്. നമ്മളിപ്പം കല്ലായിപ്പുഴ എന്ന് പറയുന്നത്, കല്ലായിപ്പുഴ എന്ന് പറഞ്ഞാൽ കല്ലായിപ്പുഴേൻ്റെ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ അല്ലെ കേൾക്കുമ്പോൾ സാഹിത്യത്തിലൊക്കെ വായിച്ച ഓർമ്മ നമ്മൾ അയവിറക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു സങ്കല്പവും ഇപ്പോൾ കാണുന്ന ഈ കല്ലായിപ്പുഴയായിട്ട് യാതൊരു സാദൃശ്യമില്ലല്ലോ. അത് കാലങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണെങ്കിലും ആ മാറ്റം ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്, ഓരോ മണിക്കൂറിലും സംഭവിക്കുന്നുണ്ട്, ഓരോ മിനിറ്റിലും സംഭവിക്കുന്നുണ്ട്, ഓരോ സെക്കൻഡിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹെറാക്ലിറ്റസ് പറയുന്നത്. അപ്പോൾ ചേഞ്ച് എന്നുള്ളത്, ഈ മാറ്റം എന്നുള്ളത് അനിവാര്യമായിട്ടും നമ്മുടെ ഉണ്മയുടെ ഭാഗമാണ്. നമ്മൾ ഉണ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പാർമെനൈഡ്സ് എന്താണോ പറയുന്നത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെ, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ യുക്തിപരമായി തന്നെ പറയുകയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ഏത്
സ്ഥലമായാലും ഏത് കാലമായാലും അത് സുനിശ്ചിതമായി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് എന്നത് നിങ്ങളുടെ സങ്കല്പം മാത്രമാണ്, നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. മറിച്ച് അത് ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബുദ്ധനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബിക്കമിങ് എന്നും പറയും, ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഒരു എന്ന് പറഞ്ഞാൽ ബീയിങ് ആയിട്ട് അല്ലെങ്കിൽ ഉണ്മ എന്നുള്ള അസ്തിത്വം എന്നുള്ളത് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുന്നതല്ല, മറിച്ച് അതിങ്ങനെ ഒരു പ്രക്രിയ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു പ്രക്രിയ വികാസം പ്രാപിക്കണമെങ്കിൽ അതിനെപ്പോഴും അതിനകത്ത് തന്നെ ഒരു സംഘർഷം വേണം. അത് പല തലങ്ങളിലായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സംഘർഷം ഇതിനകത്ത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു വൈരുദ്ധ്യം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഹെറാക്ലിറ്റസ് മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. കാരണം ഒരു സംഗതിക്ക് മാറണമെങ്കിൽ, ഒരു കാര്യത്തിന് മാറണമെങ്കിൽ, ഒരു വാട്ട് എവർ ഇറ്റ് ബി, നമ്മളിപ്പോൾ എന്ത് സംഗതി എടുത്താലും അതൊരു മാറ്റത്തിന് വിധേയമാവണമെങ്കിൽ അവിടെ ഒരിത് ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ അതൊരു ഏറ്റുമുട്ടലാണ്. അതൊരു ഏറ്റുമുട്ടലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നത്? അതിന് കാര്യകാരണ സഹിതം നമുക്ക് പറയാൻ പറ്റും. അതല്ല വിഷയം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ഒരു മാറ്റം, എന്ത് മാറ്റമായാലും ഏതെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ചിലപ്പം ഗുണപരമായി മെച്ചപ്പെട്ട മാറ്റമാവും, ചിലപ്പം ഗുണകരമായിട്ട് അത്ര മെച്ചമില്ലാത്ത. എല്ലാ മാറ്റങ്ങളും സാമൂഹികമായോ വ്യക്തിപരമായോ ഗുണം തന്നെയാവണമെന്നില്ല. ഇപ്പം നമുക്ക് ഓരോ പ്രായം കൂടുന്തോറും നമ്മളിൽ മാറ്റം ഉണ്ടാകും. ആ മാറ്റം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രായം കൂടുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വൃദ്ധത്വത്തിലേക്ക് പോവുകയും അനാരോഗ്യത്തിലേക്ക് പോവുകയും മരണത്തോട് അടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രക്രിയയും കൂടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാറ്റവും പിന്നെ അനുഗുണമായ മാറ്റം എന്ന അർത്ഥത്തിൽ മാത്രം നമ്മൾ കാണേണ്ടില്ല. പക്ഷേ മാറ്റം എന്നുള്ളത് അനിവാര്യമാണ്. ആ മാറ്റം ഉണ്ടാകുന്നത് ഈ സംഘർഷങ്ങൾ കൊണ്ടാണ് താനും. അപ്പോൾ അതൊരു ഏതൊരു അവസ്ഥയിലും ഏതൊരു സ്റ്റേറ്റ് ഓഫ് അഫെയറിലും ഈ ഒരു സംഘർഷം അന്തർലീനമാണ് എന്നത് ആ കാലഘട്ടത്തിൽ തന്നെ മുന്നോട്ട് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഹെറാക്ലിറ്റസ് ചെയ്യുന്നത്. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം അതിന് മുമ്പൊന്നും ആ രീതിയിലുള്ള ഹെറാക്ലിറ്റസിനോടുള്ള വിമർശനമൊക്കെ അരിസ്റ്റോട്ടിലൊക്കെ വളരെ ഗൗരവമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. അതിലേക്ക് തീർച്ചയായും അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ ഒക്കെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ട അതാണ് എന്നുള്ളതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഒരേ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്ന നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ ഒരു തരത്തിൽ അവിടെ സങ്കോചിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് വിപരീതമായിട്ട് മാറ്റം എന്നുള്ളത് തന്നെ മുന്നോട്ട് വെക്കുമ്പോൾ ഒരുപാട് സാധ്യതകൾ അവിടെ ഉരുത്തിരിഞ്ഞു വരികയാണ്. മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ പ്ലൂരലിസം അല്ലെങ്കിൽ പ്ലൂരൽ എന്നുള്ളത് ലോകത്തെ സംബന്ധിച്ചായാലും പ്രകൃതിയെ സംബന്ധിച്ചായാലും മനുഷ്യനെയോ അല്ലെങ്കിൽ സമുദായങ്ങളെയോ സാമൂഹിക വിന്യാസങ്ങളെയോ ഒക്കെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ ഭാഷയെ സംബന്ധിച്ചായാലും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ബഹുസ്വരത എന്ന് ഇന്നിപ്പം വ്യാപകമായി പറയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് ഈ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി കിടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സമൂഹം എന്നുള്ളത് വിവിധ സമൂഹങ്ങൾ ആണ് ലോകത്തിൽ. അപ്പോൾ ഈ വിവിധ സമൂഹങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് പരിണാമ സിദ്ധാന്തമായിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ അധിനിവേശങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെ വിശദമാക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ വിപുലീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഹെറാക്ലിറ്റസിൻ്റെ ഈ സംഭാവനയെ അല്ലെങ്കിൽ ഹെറാക്ലിറ്റസിൻ്റെ ഈ കാഴ്ചപ്പാടിനെ നമ്മൾ വളരെ സംക്ഷിപ്തമായി ചുരുക്കിയാണ് ഇങ്ങനെ പറയുന്നതെങ്കിലും അത് വളരെ സാധ്യതയുള്ള വേറിട്ട തന്നെ പഠനങ്ങൾക്ക് ഹെഗലി മുതൽ ഒട്ടനവധി ആളുകൾ വിധേയമാക്കിയിട്ടുള്ള ദർശനമാണ് എന്ന് കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇതിൽ ഈ മൂന്നാമത്തെ ദാർശനികനായി ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള സെനോയെ കൂടി ഇന്നിവിടെ പ്രതിപാദിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ സെനോയെക്കുറിച്ച് പറയുമ്പോൾ സെനോയിലേക്ക് എത്തുമ്പോൾ തർക്കശാസ്ത്രത്തിന് ഒരു വലിയ ഒരു എടുത്തുചാട്ടത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് പേരുടെയും ചിന്തകളെ
ഒന്നിച്ച് തന്നെ പ്രതിപാദിക്കാമെന്ന് കരുതി. കാരണം ഈ തർക്കം ഉപയോഗിച്ച് അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ച് നേരത്തെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ കൃതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുക്തിപരമായി ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം, അത് നമ്മൾ യോജിക്കുന്നോ നിലപാടായാലും ആ രീതിയിൽ ആണ് അതിനെ ഒരു അവതരണം എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ സെനോയിലേക്ക് പോകുമ്പോൾ അതതിൻ്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തുകയാണ്. കാരണം സെനോ പറയുന്നത്, ഈ ഹെറാക്ലിറ്റസൊക്കെ പറയുന്നത് നമ്മൾ ഈ മോഷൻ, ചലനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചലനം ഉണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു മാറ്റമാണ്. വ്യക്തിപരമായാലും സമൂഹമായാലും ശരി, അജൈവ പദാർത്ഥങ്ങളായാലും ശരി, ഇതിലൊക്കെ തന്നെ ഒരു സ്ഥലത്തുള്ള ഒരു സാധനം വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ അതൊരു മാറ്റമാണ്. അപ്പോൾ ചേഞ്ച് എന്നുള്ളതും മോഷൻ എന്നുള്ളതും പരസ്പരം ബന്ധപ്പെട്ട് ആണ് അവിടെ കടന്നു വരുന്നത്. അപ്പോൾ സെനോയിലേക്ക് എത്തുമ്പോൾ സെനോ ഇതിന് വലിയ തർക്കം ഉന്നയിക്കുകയാണ്. തർക്കം ഉന്നയിക്കുന്നത് തർക്കശാസ്ത്രപരമായി നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്ന വിരോധാഭാസം അല്ലെങ്കിൽ യുക്തിയാഭാസം എന്ന് പറയുന്ന രീതിശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ യുക്തിയാഭാസം എന്നുള്ളത് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുകയും അതിൻ്റെ വിപരീതം കൂടി അതിൽ തന്നെ സംഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ തന്നെ അന്തർഭവിച്ചായി കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏത് പക്ഷത്താണ് എന്ന് ഉള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുമല്ലോ. അപ്പം സെനോ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു ഉദാഹരണത്തിന് എയിൽ നിന്ന് ബിയിലേക്ക് പോകണം. എയിൽ നിന്ന് ബിയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, എ എന്ന ഒരു സ്ഥലത്ത് നിന്ന് ബി എന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര പോവുകയാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 1 കിലോമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. സപ്പോസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 1 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്താലേ ബിയിലെത്താൻ പറ്റും. അപ്പം ബിയിലെത്തണമെങ്കിൽ നിങ്ങൾ ഹാഫ് ഓഫ് ദി 1 കിലോമീറ്റർ സഞ്ചരിക്കണം, അല്ലേ? നമ്മൾ 1 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ അതിൻ്റെ പകുതി കിലോമീറ്റർ സഞ്ചരിക്കണം. 1/2 കിലോമീറ്റർ സഞ്ചരിക്കാതെ നിങ്ങൾക്ക് 1 കിലോമീറ്ററിൽ എത്താൻ പറ്റില്ല. ഇനി 1/2 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ 1/4 കിലോമീറ്റർ സഞ്ചരിക്കണം. 1/4 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ 1/8 കിലോമീറ്റർ സഞ്ചരിക്കണം. 1/8 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ 1/16 കിലോമീറ്റർ സഞ്ചരിക്കണം. അങ്ങനെ നിങ്ങൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. മാത്തമാറ്റിക്കലി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആ യുക്തി വളരെ കൃത്യമായി തന്നെ സെനോ അവതരിപ്പിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു നിശ്ചയ ദൂരത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു, പക്ഷേ അതിൻ്റെ പകുതി നിങ്ങൾ സഞ്ചരിക്കണം, അതിൻ്റെയും പകുതി സഞ്ചരിക്കണം, അതിൻ്റെയും പകുതി സഞ്ചരിക്കണം. ഇങ്ങനെ മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു നിശ്ചിത ദൂരം അവിടെ അവശേഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ഈ സഞ്ചാരം പൂർത്തിയാക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹം തർക്കം ഉന്നയിക്കുകയാണ്. സെനോ ഒരു തർക്കം ഉന്നയിക്കുകയാണ്. ഒരുപാട് കാലം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ചിന്തകരെ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വേവലാതിയിലേക്ക് തള്ളിവിട്ട ഒരു തർക്കം. ആ തർക്കത്തിൻ്റെ തുടർച്ചയിൽ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പാരഡോക്സ് അല്ലെങ്കിൽ വിരോധാഭാസം അല്ലെങ്കിൽ യുക്തിയാഭാസം എന്ന് പറയാവുന്ന, നിങ്ങളിപ്പോൾ ഒരു പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുന്നു. പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുമ്പോൾ പക്ഷിക്ക് ആ അമ്പ് കൊള്ളുകയാണ്, ഒരു നിശ്ചിത സ്ഥലത്തു നിന്നാണ് കൊള്ളുന്നത്. നിങ്ങളിവിടുന്ന് പക്ഷിയെ മാത്രമല്ല മിസൈൽ വരെ വെടിവെച്ച് വീഴ്ത്തുന്നു. അവൻ വെടിവെച്ച് വീഴ്ത്തണമെങ്കിൽ മിസൈൽ ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് നിൽക്കുന്നുകൊണ്ടാണല്ലോ. അതിന് കൊള്ളണമെങ്കിൽ അതൊരു പ്രത്യേക സ്ഥലത്ത് നിൽക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ പക്ഷിയെ എയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പക്ഷിയെ ഒരു പ്രത്യേക സ്ഥലത്ത് സങ്കല്പിക്കുന്നു, അവിടത്തേക്ക് അദ്ദേഹത്തിൻ്റെ അമ്പ് എയ്ത് വിടുന്നു. ആ പ്രത്യേക സ്ഥലത്ത് കൃത്യം ആ പക്ഷി ഉള്ളത് കൊണ്ടാണ് ആ പക്ഷിക്ക് ഈ അമ്പ് കൊള്ളുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പക്ഷി ഇങ്ങനെ പറക്കുന്നെന്നുള്ളത് തോന്നലാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോകമാണ്, അല്ലെങ്കിൽ നമ്മളുടെ
സങ്കല്പമാണ്, മറിച്ച് പക്ഷി എല്ലാ സമയവും ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളീ നിങ്ങളുടെ അമ്പ് അല്ലെങ്കിൽ അതിന് കൊള്ളില്ല എന്നുള്ളത്. ഇതിനൊക്കെ കൗണ്ടറായ ചോദ്യങ്ങളുണ്ട്. മറ്റൊരു വശം. പക്ഷേ ഈ രീതിയിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കോസ്മോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്തകരിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞ ദാർശനികരൊക്കെ ഇത്തരത്തിൽ അവരുടെ ചില യുക്തി രൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ആ യുക്തി രൂപങ്ങൾ അല്ലെങ്കിൽ തർക്കരൂപങ്ങൾ എന്നുള്ളത് പിന്നീട് സില്ലോജിസത്തിൻ്റെയൊക്കെ രീതിയിലേക്ക് ഈ തർക്കശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയായി തന്നെ അരിസ്റ്റോട്ടിലൊക്കെ വികാസം ഭാവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ തർക്ക രൂപത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ഈ പറയുന്ന പാർമനൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഹെറാക്ലിറ്റസിൻ്റെയും സെനോയുടെയും ചിന്തകളിൽ നമുക്ക് കാണാൻ പറ്റും. അവർ കാരണം നേരത്തെ തെയിൽസൊക്കെ ചെയ്ത മാതിരി കാര്യകാരണ സഹിതം ശരിയായാലും തെറ്റായാലും അന്നത്തെ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഇൻ്റർപ്രിറ്റേഷൻസ്, വ്യാഖ്യാനങ്ങൾ നൽകാനാണ് ശ്രമിച്ചതെങ്കിൽ ഇവർ തികച്ചും യുക്തിയെ അവലംബിച്ച് സത്യത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പം ഈ തർക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ഈ തർക്കങ്ങളെ നിങ്ങൾ ഏത് രീതിയിലാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം തത്വചിന്തയുടെ ഗ്രീക്ക് ചരിത്രത്തിലെ ഈ ഒരു സന്ദർഭമാണ് പിന്നീട് പ്ലാറ്റോയും അരിസ്റ്റോട്ടിലൊക്കെ വളരെ ഗൗരവമായി പ്രതിപാദിക്കുന്നത്. കാരണം ശുദ്ധ തത്വചിന്തയിലേക്ക് വരുമ്പോൾ അവരുടെ കൃതികൾ കൂടുതൽ തത്വചിന്താപരമായിട്ടുള്ള വ്യവഹാരത്തിൽ മുഴുകി ആണ് അവർ അതിൻ്റെ ആവിഷ്കാരങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദ്യകാലത്തുണ്ടായിട്ടുള്ള സോക്രട്ടീസിന് മുമ്പുണ്ടായിട്ടുള്ള ഈ പറയുന്ന തർക്കയുക്തികളെ മുഴുവൻ തന്നെ വിശകലനം ചെയ്യാൻ അവർ വളരെ അധികം സമയവും സ്ഥലവും ചിലവഴിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് ഒക്കെ ഉള്ള യാത്ര അടുത്ത അധ്യായങ്ങളിൽ തുടരാമെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.